ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ SCERT ബേസ് ചെയ്തിട്ട് ലക്ഷ്യ ഇറക്കിയിരിക്കുന്ന പുതിയൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ റിവ്യൂ ആണ്. ന്യൂ SCERT ബേസ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് അതുപോലെ ലേണിംഗ് ബുക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 ആണ്. മറ്റുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ എന്നൊക്കെ ഇപ്പോൾ 2 പാർട്ടായിട്ടാണ്. ആ 2 പാർട്ടിനും കൂടെ ഏകദേശം ഒരു 700 സംതിങ് ഒക്കെ വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് വർത്താണോ ചോദിച്ചാൽ വർത്ത് തന്നെയാണ്. ഇതിനകത്താണെങ്കിൽ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കും കൂടെ ഒറ്റ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമുക്കിതിനകത്ത് കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് ഓരോ ബേസായിട്ടാണ്. അതായത് 5 മുതൽ ഓർഡറിൽ 10 വരെ ആയിട്ടാണ്. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ഓർഡറിൽ തന്നെയാണ് കൊടുത്തു പോയിരിക്കുന്നത്. പിന്നെ ഇതിലൊരു പ്ലസ് പോയിന്റ് തോന്നിയത് കൂടുതൽ കാര്യങ്ങൾ ബോക്സിലും അതുപോലെ തന്നെ ഈ ജോഗ്രഫിയുടെ പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പിക്ചറൈസ് ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ ഈ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ പിക്ചേഴ്സും കാര്യങ്ങളും ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫോണ്ട് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു എന്ന് തോന്നി. കാരണം വായിക്കാൻ കുറച്ചും കൂടെ അത് നല്ലതായിരുന്നു. പിന്നെ ഇതിൽ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ടെക്സ്റ്റ് വൈസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം എല്ലാ കാര്യങ്ങളും എല്ലാ പോയിൻറ്റ്സും അവർ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് നമുക്കിപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സും കഴിയുമ്പോഴത്തേക്കും ആ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. നമുക്കപ്പം മനസ്സിലാക്കാമായിരുന്നു ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഓർഡറിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മറ്റുള്ള ടെക്സ്റ്റുകൾ നോക്കുമ്പം നമുക്ക് 2 പാർട്ടായിട്ടാണ്. അതായത് 5, 7, 9 ഒരു പാർട്ടും 6, 8, 10 മറ്റൊരു പാർട്ടായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നതിലും എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഒറ്റൊരു പാർട്ടിൽ നമുക്ക് ഓർഡറിൽ എല്ലാ ചാപ്റ്റേഴ്സും കിട്ടുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ടെക്സ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം.